എന്തൊരു കാര്യമാണ്. അത് കഷ്ടമാവട്ടെ സുഖമാവട്ടെ ഉടൻ തന്നെ അല്ലാഹുവിലേക്ക് പ്രവേശിച്ച് ജന്നത്ത് നിസ്കരിക്കൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലത്തെ മഹാന്മാർ അതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്നാണ് റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിൽ കൊണ്ടാണ് പോയത്. അല്ലാഹു ഖബർ ഒരിടത്ത് മൂസാ നബിയെ കാണിച്ചു തന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒന്നൊരു ഖബറിലും ഞങ്ങളെല്ലാവരും എത്തിയിട്ടായെങ്കിൽ മുൻകർണക്കിയ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ മലക്കിന് ചെല്ലാൻ ഞങ്ങൾ ആ ചോദ്യത്തിലുള്ള ഉത്തരം കൊടുത്താൽ പിന്നെ നം കനൗമത്തിൽ അറൂസ് മോനെ നീന് പുതിയാമ്പല വാങ്ങിയ പോലെ മലക്കിന് ചെല്ലാൻ. എന്നിട്ട് സ്വർഗത്തെ ഡോർ ഓപ്പൺ ആവണം. എന്നിട്ട് സ്വർഗത്തെ എല്ലാ സീനറിയും അവിടുത്തെ വിഭവങ്ങളും ഭക്ഷണങ്ങളെല്ലാം എത്തിച്ചു തന്നിട്ട് വേണമെങ്കിൽ സ്വർഗത്ത് പോയിട്ട് പറ അവർ റൈറ്റ് അടിച്ച് പറ എല്ലാം സൗകര്യ കബറിനും മുമ്പിനായ മനുഷ്യന്മാർ തയ്യാറാക്കി വെച്ചതാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം അവിടെ പോയി നിസ്കരിക്കണം. അപ്പൊ ഈ സ്വർഗം വേണ്ട, നമുക്ക് എന്ത് വേണ്ട, അള്ളാഹുടെ ആരാധിക്കുക, അതിൽ കിട്ടുന്നതായ ലസ്സത്ത്, അതിൽ കിട്ടുന്നതായ കൊസി നമുക്ക് വേറെ അങ്ങനായിരിക്കുന്ന മഹാന്മാർ. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുവിനെ പിടിച്ചിട്ട് മരണദണ്ഡന കൊടുക്കുമ്പോൾ, കല്ല് ശിക്ഷ കൊടുക്കുമ്പോൾ, മോനെ എന്റെ ലാസ്റ്റ് ആശയം പാലക്കാരുടെ കേട്ടപ്പോൾ എനിക്ക് ജന്നത്ത് നിസ്കരിക്കണോ ചെയ്യുന്നതായിട്ട് ആ ലാസ്റ്റ് ആശയം നിസ്കാരമായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു മുഖദ്ദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണുക മഹാനവകൾ ചിലർ എനിക്ക് ദുനിയാവിൽ എനിക്ക് എൻജോയ് ആക്കുന്ന ഒരു 3 കാര്യം മാത്രമേ ഇഷ്ടമാവും. അതിൽ ഒന്ന് എനിക്ക് ഖിയാമുൽ ലൈൽ ചാവ് നിസ്കരിക്കുന്നതിന് ഭാര്യ ഇഷ്ടമായിട്ട് തഹജ്ജുദ് നിസ്കാരം എല്ലാവരും അറിയപ്പോൾ ഒന്ന് എനിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നതൊക്കെ മുസ്ലിം വേറെ ഏതൊരു കിട്ടില്ല. ഇപ്പൊ ഏതായാലും അന്തർക്ക് എനിക്കല്ലേ അന്തർക്ക് എനിക്ക് കുറെ ആൾമാർ മേഖലിച്ചിട്ട് പാടത് ഉറക്കാവുന്നത് എനിക്ക് അങ്ങനെ ഒന്നും ആക്കിയാണ്. ആ ടൈമല്ലേ കിട്ടി വലിയ നസീബായിട്ട് ആ ടൈമല്ല ഞാൻ ജന്നത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് എന്തിനാ പേരും അതെല്ലാം അല്ലാഹുവിലേക്ക് കേൾക്കുന്നതായ ടൈമായിട്ട് ലോകത്തെ പാതിയിൽ 3/4 വാരി ആത്മാർ വറങ്ങിയിരിക്കുമ്പോൾ നഗ എഞ്ചിട്ട് അല്ലാഹുവിലേക്ക് ജന്നത്ത് നിസ്കരിച്ചിട്ട് കേൾക്കുമ്പോൾ പഠിച്ചവർക്ക് വലിയ ഇഷ്ടമായിട്ട് ആ ടൈമിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമായിട്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നായിട്ട് ഖിയാമുൽ ലൈൽ ജാവു തഹജ്ജുദ് നിസ്കരിക്കുകയായിരിക്കും. മുഖദ്ദർ റളിയല്ലാഹു അൻഹു ജന്നത്ത് സുർഗത്ത് സ്വാലിഹീൻ നല്ല ചങ്ങായിമാരെ കൂട്ടുകാഴ്ചയാക്കലൊക്കെ ഇഷ്ടമായിരിക്കും. സ്വാലിഹീങ്ങളെ സന്ദർശനാക്കുന്നത് എന്നിട്ട് നല്ല നല്ല മനുഷ്യന്മാരെ പോയി സന്ദർശനാക്കുക. ഹയാത്താവട്ടെ മൗത്താവട്ടെ ലാൽമാർ മൗത്തായിരിക്കണം സ്വാലിഹീങ്ങളായിരിക്കണം. അങ്ങനെ ഖബർ മുട്ട പോട്ടെ അങ്ങനെ മഖാമിടെ മുട്ട പോയിട്ട് ഒരു ഫാത്തിഹ ഓതിട്ട് അങ്ങനെ ടച്ച് വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. അതുപോലെ ജമാഅത്ത് നിസ്കാരത്തിൽ ജമാഅത്തായിട്ട് പഠനം വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് 5 വക്ത് ജമാഅത്ത് നിസ്കരിക്കുന്നത് അതിൽ കിട്ടുന്നതായ ഒരു കൊസി ഏതുമില്ല. നമ്മളിപ്പോൾ സിംഗിളായി നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ നിസ്കാരത്തിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇപ്പൊ ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ ആരെയോ കൊസിയായിട്ട് അതായത് നിങ്ങൾ തപ്പിട്ടുണ്ടായെങ്കിൽ അതെല്ലാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പരിഹരിക്കപ്പെട്ടു. അപ്പോ ആ നിലയ്ക്ക് നിസ്കാരത്തിൽ കൊസിയാവും. നിസ്കാരത്തിലായിരിക്കുന്ന മുൻഗാമിക എൻജോയ് ആക്കിനെ അതുപോലത്തെ മനസ്സ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ നിസ്കാരങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ടൈം കൊണ്ടുവന്ന കിതാബിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സാലിഹീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.